ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ പച്ചരി കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കറി, അത് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഇതിന് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂറിനടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജീരകം വേണം. കറി ജീരകമാണ് ഇട്ടിട്ടുള്ളത്, നമ്മുടെ വലിയ ജീരകമല്ല, ചെറിയ കറിയിലിടുന്ന ജീരകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി പഞ്ചസാര, വളരെ കുറവ് മതി. പിന്നെ നമ്മുടെ ഈ ഒരു മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ബാറ്ററായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് ഉപയോഗിച്ചത്, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു 1/4 കപ്പ് അവിൽ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. ആ ഒരു അവിലിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ല സോഫ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിരിക്കുന്ന അവലിൻ്റെ കൂട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയുടെ കൂട്ടിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 1/4 കപ്പിനടുത്ത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് യോജിപ്പിക്കുന്ന സമയത്ത് ഈ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി കുറുകി പോകാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായിട്ട് പോകാനും പാടില്ല. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലോട്ട് വളരെ കുറഞ്ഞൊരളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ മുഴുവൻ കൂട്ടും ചുട്ടെടുക്കുന്നത് ഈ ചെറിയൊരു എണ്ണയുടെ നനവിൽ തന്നെയാണ് കേട്ടോ. അതായത് വീണ്ടും വീണ്ടും നമ്മൾ എണ്ണ ഒഴിക്കുകയോ അതിലോട്ട് മുക്കി പൊരിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇതുപോലെ പിന്നെ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ചീനച്ചട്ടിയിലോട്ടേക്ക് ഒരു ഇത്തിരി മാത്രം എണ്ണ നനച്ചു കൊടുത്തിട്ട്, നമ്മുടെ കാസർഗോഡ് സ്റ്റൈൽ അപ്പൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉരുളിയപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി എണ്ണ മാത്രം നമ്മുടെ ചീനച്ചട്ടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കുക്കായി വരും. ഒരു ഭാഗം ശരിയാകുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് എടുത്തപ്പോൾ ഒരിത്തിരി എണ്ണയുടെ നനവുണ്ട്. ആ എണ്ണയുടെ നനവിലോട്ടേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഡീപ്പ് ഓയിൽ ഫ്രൈ ആയിട്ടുള്ള ഒരു സ്നാക്കല്ല, ഒരു ഇത്തിരി എണ്ണയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ചൂട് കട്ടൻ ചായയും. പിന്നെ ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ്, നമ്മുടെ മലബാർ കണ്ണൂർ സൈഡിലൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്യാം. നല്ല സൂപ്പർ സോഫ്റ്റാണ്, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നല്ല മസാലക്കറി ഉണ്ടല്ലോ, നല്ല സ്പൈസി ആയിട്ടുള്ള മസാലക്കറി, നല്ല കോംബോ ആണ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.